ഇന്നലെയായിരുന്നു അയ്യപ്പ സംഗമം. 7 കോടി മുടക്കി പിണറായി വിജയൻ പമ്പയുടെ തീരത്ത് അയ്യപ്പ ഭക്തരെ വിളിച്ചുകൂട്ടി നടത്തിയ അയ്യപ്പ സംഗമം പരാജയമാണ്, അതോടൊപ്പം തന്നെ വിജയിച്ചു എന്ന് രണ്ടഭിപ്രായം ഉയർന്നു കേൾക്കുന്നു. മാധ്യമങ്ങൾ പറയുന്നു അയ്യപ്പ സംഗമത്തിൽ വന്നത് ആകെ 600 പേരെന്നാണ്. പക്ഷെ ദേവസ്വം ബോർഡ് മന്ത്രി പറയുന്നു 3000, 4000, 5000 അങ്ങനെ കണക്കുകൾ കുറെ പറയുന്നുണ്ട്. പക്ഷെ അയ്യപ്പ സംഗമത്തിലെ താരമാരാണ്? ആ ചോദ്യമാണ് ഇന്ന് കേരളത്തിൽ ഉയർന്നു കേൾക്കുന്നത്. അതിൽ ആദ്യ പേരായി പലരും ചൂണ്ടിക്കാണിക്കുന്നത് പിണറായി വിജയനാണ്. നമുക്കറിയാമല്ലോ, വർഷങ്ങൾക്ക് മുൻപ് പിണറായി വിജയൻ എന്തെല്ലാം പറഞ്ഞോ അതിനെയെല്ലാം തിരുത്തി പറഞ്ഞ് മാപ്പ് പറയുന്ന ഒരു രീതിയാണല്ലോ ഇപ്പോൾ കാണുന്നത്. അദ്ദേഹം മാപ്പെന്ന വാക്ക് ഉച്ചരിക്കുന്നില്ല എന്നത് മാത്രമാണ് വ്യത്യാസം. അല്ലാതെ അദ്ദേഹം എന്തെല്ലാം അന്ന് പറഞ്ഞിരുന്നോ അതിനെല്ലാം മാറ്റി പറയുകയാണ്. രണ്ടാമത്തെ താരമായി നാം കണക്കാക്കാൻ സാധ്യതയുള്ളത് ദേവസ്വം ബോർഡ് മന്ത്രിയാണ്. അദ്ദേഹവും അവിടെ നിറഞ്ഞു നിന്നു. പിന്നീട് തമിഴ്നാട്ടിൽ നിന്നുള്ള ദേവസ്വം ബോർഡ് മന്ത്രി ഉണ്ടായിരുന്നു. അങ്ങനെ ദേവസ്വം വകുപ്പിന്റെ വിവിധ ഉദ്യോഗസ്ഥർ എല്ലാവരുമുണ്ട്. പക്ഷെ യഥാർത്ഥ താരം അത് മുൻ BJP നേതാവും അതോടൊപ്പം തന്നെ 2016 തെരഞ്ഞെടുപ്പിൽ പത്തനാപുരത്ത് ഗണേശനെതിരെ മത്സരിച്ച നേതാവും ഇപ്പോഴുള്ള CPM-ന്റെ കരുത്തുറ്റ പോരാളിയുമായ ഭീമൻ രഘുവാണ്. അദ്ദേഹമായിരുന്നു അയ്യപ്പ സംഗമം പൂർണ്ണമായി തന്നെ നിയന്ത്രിച്ചത്. കാരണം നാം മാധ്യമങ്ങൾ പരിശോധിച്ചാൽ അറിയാം, അദ്ദേഹത്തിന്റെ ബൈറ്റ് എടുക്കാത്ത മാധ്യമങ്ങളില്ല. അദ്ദേഹം മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. പിണറായി സഖാവും അതോടൊപ്പം തന്നെ സഖാക്കളും എന്താണ് ഉദ്ദേശിച്ചത്, അയ്യപ്പ സംഗമത്തിലൂടെ എന്താണ് ഉദ്ദേശിച്ചതെന്ന് കൃത്യമായി പറയാൻ പിണറായി വിജയന് കഴിഞ്ഞില്ല, ദേവസ്വം ബോർഡ് മന്ത്രിക്ക് കഴിഞ്ഞില്ല, ദേവസ്വം പ്രസിഡന്റിന് കഴിഞ്ഞില്ല, സഖാക്കൾക്ക് കഴിഞ്ഞില്ല. പക്ഷേ ഭീമൻ രഘുവിന് കഴിഞ്ഞിട്ടുണ്ട്. രഘു കൃത്യമായി തന്നെ പറയുകയാണ്. പല മാധ്യമങ്ങൾ കണ്ടവർക്കറിയാം, ഇതിന്റെ രാഷ്ട്രീയപരമായ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുകയാണ്, രാഷ്ട്രീയത്തെ കുറിച്ച് ചോദിക്കല്ലേ, ഒരു രാഷ്ട്രീയം ഇവിടെ വേണ്ട, ഇവിടെ കൃത്യമായി തന്നെ അയ്യപ്പനെ കുറിച്ച് ചോദിക്കൂ, അയ്യപ്പൻ ജനിച്ചത് എവിടെയാണെന്ന് ചോദിക്കൂ, അയ്യപ്പന്റെ വളർച്ച എങ്ങനെയാണെന്ന് ചോദിക്കൂ, ശബരിമലയെ കുറിച്ച് ചോദിക്കൂ, നിങ്ങൾ വികസനത്തെ കുറിച്ച് ചോദിക്കൂ. അങ്ങനെ കൃത്യമായ മറുപടിയാണ്. അതോടൊപ്പം തന്നെ ഈ രാവിലെ ഒരു മാധ്യമം പോയി അദ്ദേഹത്തിന്റെ ചോദിക്കുന്നുണ്ട്, ഇവിടെ അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് വളരെ തിരക്ക് കുറവാണല്ലോ. ആരാണ് പറഞ്ഞ തിരക്ക് കുറവെന്ന്? തിരക്കുകയാണ് ജനങ്ങൾ ഇങ്ങോട്ട്. അത് നമുക്ക് അദ്ദേഹം പറയുമ്പോൾ തന്നെ ആ പുറകുവശമെല്ലാം നോക്കുമ്പോൾ അറിയാം, ഇങ്ങനെ വെള്ളക്കസേരകൾ ഇങ്ങനെ വെറുതെ കിടക്കുകയാണ്. അപ്പോഴാണ് അദ്ദേഹം പറയുന്നത് പുറത്ത് വൻ തിരക്കാണ്, ഇനി ആ നാട്ടുകാർ വല്ലതും പഴയിടത്തിന്റെ സദ്യ കഴിക്കാനായി അവിടെ കൂടിയതാണോ എന്ന് അറിയില്ല. കാരണം പഴയിടത്തിന്റെ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും പഴയിടം നമ്പൂതിരിയുടെ സദ്യ കഴിക്കണം എന്നുള്ളത് എല്ലാവരുടെയും മോഹമാണല്ലോ. ഇനി അത് സാധിക്കാനായി എന്തായാലും നമ്മുടെ നാട്ടിൽ വന്നതല്ലേ എന്ന് കരുതി പത്തനംതിട്ടയിലെ ജനങ്ങൾ അവിടെ സംഘടിച്ചെത്തിയോ എന്ന് അറിയില്ല. പക്ഷെ അങ്ങനെയാണെങ്കിൽ അത് മാധ്യമങ്ങൾ നൽകുമല്ലോ, അതുപോലുമില്ല. എന്തായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദുരന്തമാണ് ഈ കോമാളി വേഷത്തിലൂടെ നാം കാണുന്നത്. പണ്ട് അദ്ദേഹം BJP-യിൽ നിന്നും ചെങ്കൊടിയുമായി AKG സെന്ററിലേക്ക് എത്തി CPM-ൽ ചേരുന്ന ഒരു കാഴ്ച നാം കണ്ടു. അതിനുശേഷം തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ അദ്ദേഹം ബഹുമാനപൂർവ്വം പിണറായി വിജയൻ പ്രസംഗിക്കാൻ എണീച്ചതും അദ്ദേഹം മുന്നിൽ നിൽക്കുകയാണ്. പുറകിലിരിക്കുന്നവരെല്ലാം വിചാരിച്ചു ഇയാൾക്ക് എന്താ കിളി പോയോ, കാരണം പുറകിൽ ആൾക്കാരുണ്ടല്ലോ. അപ്പൊ ഇദ്ദേഹം എണീച്ച് നിൽക്കുകയാണ്. പിണറായി വിജയന്റെ പ്രസംഗം മുഴുവൻ അദ്ദേഹം നിൽക്കുകയാണ്. അതിനിടയ്ക്ക് മാധ്യമങ്ങളും ഞെട്ടി, ഇതെന്താ ഇയാൾ നിൽക്കുന്ന, ഇനി എന്തെങ്കിലും അസുഖമുണ്ടോ? ചില അസുഖം വരുമ്പോൾ നമുക്ക് ഇരിക്കാൻ ബുദ്ധിമുട്ട് തോന്നുമല്ലോ. ഇനി അത്തരത്തിൽ എന്തെങ്കിലും ആയിരിക്കുമെന്ന സംശയത്തിൽ മാധ്യമങ്ങൾ ബൈറ്റ് എടുത്തപ്പോഴാണ് അദ്ദേഹം പറയുന്നത്, ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നുണ്ട്, അപ്പോൾ പിണറായി വിജയന്റെ മുന്നിൽ ഇരിക്കുന്നത് തെറ്റാണ്, അതുകൊണ്ടാണ് ഞാൻ എണീച്ചു നിൽക്കുന്നതെന്ന് പറഞ്ഞു. ഇപ്പോൾ അദ്ദേഹം ഏറ്റവും അവസാനം അയ്യപ്പ സംഗമത്തിലും താരമായി മാറി. പിന്നീട് ഇടക്കാലത്തിലെ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനെല്ലാം കുറിച്ച് പറയുന്നത് കേട്ടു. അപ്പോഴാണ് ഞാൻ ഇത് പത്തനാപുരത്തെ കുറിച്ചൊന്ന് പരിശോധിച്ചത്. പത്തനാപുരം തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം BJP സ്ഥാനാർത്ഥിയെ 2016 മത്സരിച്ചല്ലോ. 2016 കാലഘട്ടമെല്ലാം നമുക്ക് അറിയാം, BJPക്ക് ഓരോ മണ്ഡലങ്ങളിലും 20,000, 30,000 വോട്ട് കിട്ടിയ ഒരു തെരഞ്ഞെടുപ്പാണ്. അന്നാണ് BJP കേരളത്തിൽ ആദ്യമായി അക്കൗണ്ട് തുറക്കുകയും 7-ലധികം മണ്ഡലങ്ങളിൽ 2ാം സ്ഥാനം വരികയും വട്ടൂർക്കാവ് അടക്കമുള്ള മണ്ഡലങ്ങളിൽ
ചാത്തന്നൂർ അടക്കമുള്ള മണ്ഡലങ്ങളിൽ, മഞ്ചേശ്വരം, കാസർഗോഡ് അടക്കമുള്ള മണ്ഡലങ്ങളിലെല്ലാം BJP മുന്നേറ്റം കാഴ്ചവെച്ച ഒരു തെരഞ്ഞെടുപ്പാണ് ഈ 2016. ആ തെരഞ്ഞെടുപ്പിൽ ഈ ജനകീയനായ പിണറായി വിജയനെ ബഹുമാനിക്കുന്ന അയ്യപ്പനെ കുറിച്ച് തന്ത്രയേക്കാൾ അറിവുള്ള ആ മനുഷ്യന് കിട്ടിയ വോട്ട് 11,000 11,700 വോട്ടാണ്. അവിടെ വിജയിച്ചിരിക്കുന്നത് ഗണേശാണ്. അദ്ദേഹത്തിന് 74,000 വോട്ട് ലഭിച്ചു. ജഗദീഷ് ആയിരുന്നു മറ്റൊരു സ്ഥാനാർത്ഥി, അദ്ദേഹത്തിന് 49,000 വോട്ട് ലഭിച്ചു. അപ്പോൾ ഒന്നാം സ്ഥാനമുള്ള നമ്മുടെ ഗണേഷ് കുമാറും ഭീമൻ രഘുവുമായുള്ള വ്യത്യാസം 62,000 വോട്ടാണ്. ജനങ്ങൾക്ക് അന്നേ അറിയാം ഇദ്ദേഹം ഒരു കോമാളിയാണെന്ന്. ഇദ്ദേഹത്തിന്റെ കോമാളിത്തനം കയ്യിൽ വച്ചാൽ മതിയെന്ന് അന്ന് പത്തനാപുരത്തെ ജനങ്ങൾ തീരുമാനിച്ചു. അതുകൊണ്ടല്ലേ ഈ ദയനീയമായി പരാജയപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ നോക്കൂ, സുരേഷ് ഗോപി 2 തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിനു ശേഷമാണ് 3ാമത്തെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വിജയിക്കുന്നത്. പക്ഷേ അദ്ദേഹം 2021 തെരഞ്ഞെടുപ്പിൽ BJPയുടെ വോട്ട് വർദ്ധിപ്പിക്കുകയാണോ ചെയ്തത്? അവിടെ അദ്ദേഹത്തിന് അന്ന് 3 ലക്ഷത്തിനടുത്ത് വോട്ടുണ്ട്. പിന്നീട് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹവും 1ാം സ്ഥാനവും തമ്മിലുള്ള വ്യത്യാസം ഒരു 2,000-3,000 വോട്ടിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് എല്ലാ നേതാക്കളും അവിടെ എത്തി. അങ്ങ് പ്രത്യേകിച്ച് ഈ സിനിമാ താരങ്ങൾ എത്തുകയാണെങ്കിൽ വോട്ട് വർദ്ധിക്കുകയാണ് ചെയ്യുക. പക്ഷെ ഇത് ദയനീയമായി അദ്ദേഹം പരാജയപ്പെട്ടു. എന്നിട്ടാണ് അദ്ദേഹം രാഷ്ട്രീയത്തിൽ പരാജയം. സിനിമയിൽ അഭിനയിക്കുന്നു, അദ്ദേഹത്തിന് പറ്റിയ മേഖല അഭിനയമാണ്. പക്ഷെ വീണ്ടും എന്തിനാണ് രാഷ്ട്രീയത്തിൽ ഇറങ്ങി കോമാളിയായി മാറുന്നത്? ഇദ്ദേഹത്തിന്റെ കോമാളിത്തരം കൊണ്ട് ഇരയാകുന്നത് പാവപ്പെട്ട സഖാക്കളല്ലേ? അവർ കഷ്ടപ്പെട്ട് പടുത്തുയർത്തിയ പാർട്ടിയെ തകർക്കുന്ന രീതിയിലേക്കല്ലേ ഇത്തരം ആൾക്കാരെ എത്തിച്ച് CPM നീക്കം നടത്തുന്നത്? നോക്കൂ, ഈ CPM ഇത്തരം കെട്ടി ഒരുക്കി കൊണ്ടുവരുന്ന നേതാക്കൾ CPMന് എത്രത്തോളം പ്രതിസന്ധി ഉണ്ടാക്കുന്നു എന്നതിന്റെ ലിസ്റ്റ് ഞാൻ പറയാം. ഈ ഭീമൻ രഘു പാർട്ടിക്ക് തലവേദനയായി മാറിയില്ലേ? പിന്നീട് ഒരു നേതാവിനെ ഉയർത്തിക്കൊണ്ടുവന്നു, മുകേഷ്. അദ്ദേഹത്തെ മണ്ഡലത്തിൽ കാണാനില്ല. കാണാതിരിക്കുമ്പോൾ തന്നെ ഇപ്പോൾ CPM നേതാക്കൾക്ക് ഭയമാണ്, ഇനി ഏത് കേസാണ് ഏത് വഴിക്ക് വരുന്നത്. അങ്ങനെ ഒരു ചാക്കായി ഒരു ഇറക്കുമതി കൊണ്ടുവന്നു. പിന്നീട് ഒരു ഇറക്കുമതിയാണ് അൻവറിനെ കുറിച്ച് പറയണ്ട, മറ്റൊരു ഇറക്കുമതി. അങ്ങനെ CPM എല്ലാ കാലത്തും ഇങ്ങനെ അനാവശ്യമായി പാർട്ടി പ്രവർത്തകർക്ക് പരിഗണന നൽകാതെ ഓരോ ഇറക്കുമതികളെയും ഈ പാർട്ടിക്ക് മുകളിൽ കൊണ്ട് കയറ്റും. അത് ഈ പാർട്ടിക്ക് വലിയ ദോഷമാണ് ഉണ്ടാകുന്നത്. അതെന്തുകൊണ്ട് CPM തിരിച്ചറിയുന്നില്ല? അത് തിരിച്ചറിയാത്ത പക്ഷം പിന്നെ ഈ ഒരു അയ്യപ്പ സംഗമം പോലുള്ള ഒരു വലിയ പരിപാടിയിൽ ഇദ്ദേഹമാണോ സംസാരിക്കേണ്ടത്? CPM പ്രവർത്തകനായി നിന്ന് അവിടെ മറ്റ് നേതാക്കൾ ആരുമില്ലേ? ഇതിനെക്കുറിച്ച് കൃത്യമായി സംസാരിക്കാൻ കഴിവുള്ള ആരുമില്ല ആ മേഖലയിൽ. ഇദ്ദേഹത്തിന് നിർദ്ദേശം നൽകണം, നിങ്ങൾ അനാവശ്യമായി മാധ്യമങ്ങളോട് പ്രതികരിക്കരുതെന്ന്. ഒരു കോമാളി വേഷം കെട്ടരുത്. നിങ്ങൾ കോമാളി വേഷം കെട്ടുമ്പോൾ അത് ബാധിക്കുന്നത് പാർട്ടിയാണ്. അതല്ലേ 7 കോടി മുടക്കി പിണറായി വിജയൻ സംഘടിപ്പിച്ച ആ അയ്യപ്പ സംഗമത്തിന്റെ മുഖമായി മാറിയിരിക്കുന്നത് ഈ കോമാളി വേഷം കെട്ടിയ ഭീമൻ രഘുവാണ്. എന്തായാലും സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം നിറഞ്ഞു നിൽക്കുകയാണ്. അയ്യപ്പനെ കുറിച്ച് ചോദിക്കൂ, അയ്യപ്പൻ ജനിച്ചതിനെ കുറിച്ച് ചോദിക്കൂ, അയ്യപ്പൻ വളർന്നതിനെ കുറിച്ച് ചോദിക്കൂ. ഇനി അദ്ദേഹം എന്തെല്ലാം പുതിയ കഥകളുമായി ഇന്ന് രംഗത്ത് വരുമോ എന്നും ഇനി അറിയേണ്ടതായിരിക്കുന്നു.